കഥാജാലകം എന്ന ഈ ചാനലിലെ ആദ്യത്തെ സ്റ്റോറിയാണിത്. കഥാകൂട്ട് എന്ന ചാനലിന് നിങ്ങൾ നൽകിയ സപ്പോർട്ട് കഥാജാലകത്തിനും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അമ്മച്ചി എന്തായി പറയുന്നേ? മുക്ത കട്ടിലിൽ കിടക്കുന്ന അവശയായ സ്ത്രീയെ നോക്കിക്കൊണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ ചോദിച്ചു. അതെ മോളെ, എന്നെ ഉപദ്രവിച്ചത് എൻ്റെ മോൻ തന്നെയാ. ഞാൻ നൊന്തു പ്രസവിച്ച എൻ്റെ മോൻ. കണ്ട കുഞ്ഞ എൻ്റെ കൈ. ആ സ്ത്രീ ഒടിഞ്ഞു തൂങ്ങിയ തൻ്റെ ഇടത്തെ കൈ ചെറുതായി ഒന്ന് പൊക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. വെറുതെ ഒടിഞ്ഞതൊന്നുമല്ല, അവൻ പിടിച്ചു തള്ളിയപ്പോൾ കൈയും കുത്തിയാ വീണേ. അന്നേരം പറ്റിയതാ ഇത്. 10 മാസം വയറ്റി കൊണ്ട് നടന്നു. നൊന്ത് പ്രസവിച്ചതിന് അവൻ തന്ന കൂലിയാ ഇത്. ആ സ്ത്രീ ആർത്തലച്ച് കരഞ്ഞുപോയി. ആ കരച്ചിൽ കേൾക്കെ മുക്തയുടെ ഉള്ളം പൊള്ളിമറിഞ്ഞു. അമ്മച്ചി കരയാതെ, ദേ ഡോക്ടർ വന്ന് കണ്ടാ എന്നെ വഴക്ക് പറയും കേട്ടോ. മുക്ത അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് സങ്കടമൊന്നുമില്ല മോളെ. ഇനിയിപ്പോൾ അധിക കാലം ഒന്നുമില്ല ജീവിതം. പ്രായം ഇപ്പോൾ 19 കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ എൻ്റെ കൊച്ച്. ആ സ്ത്രീ ആകുലതയോടെ തൻ്റെ അരികിലിരിക്കുന്നവളെ നോക്കി. മുക്തയുടെ കണ്ണുകളും അവരുടെ ഒപ്പം നീങ്ങി. 15 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. ഒറ്റ നോട്ടത്തിൽ അറിയാം മാനസികപരമായി വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണെന്ന്. അവൾ കയ്യിലിരിക്കുന്ന ഓറഞ്ചിൻ്റെ അല്ലി ഓരോന്നായി നുള്ളിപ്പെറുക്കി കഴിക്കുകയാണ്. അതിൻ്റെ നീര് അവളുടെ ചുണ്ടിലും കവിളിലുമെല്ലാം ആയിട്ടുണ്ട്. എൻ്റെ കൊച്ച് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ പോലെ ഒന്നുമല്ല മോളെ. അതിന് നല്ലതും ചീത്തതും വേർതിരിച്ചെടുക്കാൻ പോലും അറിയത്തില്ല. ഇപ്പോൾ എൻ്റെ മോൻ എന്ന് പറയുന്നവൻ്റെ കണ്ണ് മുഴുവൻ ആ കൊച്ചിൻ്റെ ദേഹത്തേക്കാ. പറഞ്ഞു തീരും മുൻപേ ആ സ്ത്രീ ഉറക്കെ കരഞ്ഞു പോയിരുന്നു. നാശം പിടിക്കാൻ ഒന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. തൊട്ടപ്പുറത്തെ ബെഡിൽ കിടന്നിരുന്ന സ്ത്രീ മുഖം വെട്ടിച്ച് തിരിഞ്ഞു കിടന്നു. അമ്മച്ചി പതിയെ, ഇതൊരു ഹോസ്പിറ്റലാണ്. വാർഡിലുള്ള മിക്കവാറും ഉറക്കായിട്ടുണ്ട്. അമ്മച്ചി ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാവത്തില്ലേ? മുക്ത കയ്യിലിരിക്കുന്ന മെഡിസിൻ ട്രേ താഴെ വെച്ചുകൊണ്ട് അവരുടെ മുടിയിൽ മെല്ലെ തഴുകി. അമ്മച്ചി, മുക്ത പതിയെ വിളിച്ചു. അവർ തേങ്ങൽ അടക്കി പിടിച്ചുകൊണ്ട് വിളി കേട്ടു. എൻ്റെ ആദ്യത്തെ ഭർത്താവിലെ മകനാണ് മോളെ അവൻ. സ്റ്റീജമോൾ 2ാമത്തെ കെട്ടിലെയും. അപ്പന്മാർ 2 പെറ്റിട്ട തള്ള ഒന്നല്ലേ മോളെ. അതുപോലും കണക്കിലെടുക്കാതെയാ അവൻ ഇതിനോട് പെരുമാറുന്നത്. തരം കിട്ടിയ ഇതിനെ ഉപദ്രവിക്കാൻ നോക്കും. അതിയാ മരിച്ചുപോയി. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവൻ്റെ കൂടെ ജീവിക്കുന്നത്. ആ പ്രായം ചെന്ന സ്ത്രീ നിർവികാരതയോടെ സ്റ്റീജയെ തന്നെ ഉറ്റുനോക്കി. അതിനെ കടന്നു പിടിച്ചത് തടയാൻ ചെന്നതിനാ അവൻ എന്നെ. പറഞ്ഞു മുഴുവനാക്കും മുമ്പേ ആ സ്ത്രീ വിങ്ങിപ്പൊട്ടിയിരുന്നു. മുക്തക്ക് ശ്വാസം വിങ്ങി. ഒന്നും അറിയാത്ത, ഭൂമിയിലെ ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ കഴിയാതെ മാലാഖ കുഞ്ഞിനെ പോലെ ഒരുവൾ. ആരാ അയാൾ ചോദിക്കുമ്പോൾ മുക്തയുടെ ഉള്ളിൽ തീയായിരുന്നു. സഖാവ് രാഘവൻ്റെ രക്തം അവളുടെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞു. ഏതൻ. ആ അമ്മയുടെ സ്വരം വിറച്ചു. കണ്ണിൽ ഒരു രാക്ഷസന്റെ രൂപം തെളിഞ്ഞു വന്നു. മുക്ത, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും തലയിടാതെ ഇരിക്കുന്നതാണ് നല്ലത്. അത് നിന്റെ പ്രൊഫഷനെ മാത്രമല്ല, ഒരുപക്ഷെ ജീവിതത്തെ തന്നെ ബാധിച്ചെന്ന് വരും. നീ ഇതുവരെ കണ്ടു വളർന്ന കാര്യങ്ങളല്ല ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ ഉള്ളത്. നീ വെളിയിൽ പോയി പഠിച്ച് ജോലി ചെയ്ത് ജീവിച്ചതുകൊണ്ട് നമ്മളുടെ നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യം നിനക്ക് അറിയാത്തത് കൊണ്ടാണ്. ഗൗതമി മുക്തയോട് ഒരു താക്കീത് എന്ന പോലെ പറഞ്ഞു നിർത്തി. പേടിച്ച് മാറി നിൽക്കണം എന്നാണോ ഗൗതമി നീ പറയുന്നത്? ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടില്ലേ നീ? ആ അമ്മച്ചിയുടെ കരച്ചിൽ കേട്ടില്ലേ? അതൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം എന്നാണോ? മുക്തയുടെ മൂക്കിൻ തുമ്പിന് പോലും കോപം കൊണ്ട് ചുവന്നു. നീ കണ്ടില്ലെന്ന് നടിച്ചില്ലല്ലോ അതിന്. ഇന്ന് കിട്ടിയ ശമ്പളം ഒട്ടാകെ ആ അമ്മച്ചിയുടെ കയ്യിൽ വെച്ചു കൊടുത്തില്ലേ സഹായത്തിനെന്നും പറഞ്ഞ് ഗൗതമി ചോദിച്ചു. അത് മാത്രം മതിയോ അവർക്ക്? കുറച്ച് പണം കിട്ടിയിട്ട് എന്താണ് ഗൗതമി? ആ കുഞ്ഞിൻ്റെ മാന എപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുകയല്ലേ? ആ പ്രായമായ സ്ത്രീക്ക് എത്ര നാൾ ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിയും? നാളെ അവർക്ക് എന്തെങ്കിലും പറ്റിയ ഈ പറയുന്ന നീയും ഞാനും അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിൽ ഇരക്ക് വേണ്ടി ഒരു ജസ്റ്റിസ് ടാഗ് വെക്കും അല്ലേ? അതോടെ കഴിഞ്ഞല്ലോ നമ്മുടെ പൗരധർമ്മം. ഉറഞ്ഞു തുള്ളുന്ന മുക്തയെ തന്നെ ഗൗതമി നോക്കിയിരുന്നു പോയി. നീ എന്തെങ്ങനെ നോക്കുന്നേ? ഒട്ടൊരു ഗൗരവത്തിൽ ഗൗതമിയെ നോക്കി മുക്ത ഒറ്റപ്പിരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അല്ലേ, ഞാൻ നോക്കി കാണുകയായിരുന്നു. ഗൗതമി ചെറുതായി ഒന്ന് ചിരിച്ചു. എന്ത്? മുക്തയുടെ നെറ്റി ചൊളിഞ്ഞു. നിന്നിൽ നിന്നും സഖാവ് രാഘവൻ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. അച്ഛൻ്റെ മോൾ തന്നെ. ഗൗതമി അവളുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി. നിന്നെ കൂടെ ഈ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരാൻ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയാമോ?
എനിക്കൊരു കൂട്ടായിക്കോട്ടെ വിചാരിച്ചു കൊണ്ടുവന്നപ്പോൾ നീ എനിക്കും കൂടെ പണി വാങ്ങിച്ച് തരുന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന് മാത്രം ആ കുട്ടി നിന്റെ ആരാ മുക്തേ? മുക്ത ചുണ്ടൊന്നു കൂട്ടിക്കൊണ്ട് തോളിൽ ചുറ്റിയ ഗൗതമിയുടെ കൈ തട്ടി മാറ്റാൻ ഒരു ശ്രമം നടത്തി. എൻ്റെ ആരുമല്ലായിരിക്കും, പക്ഷെ ഒരു മനുഷ്യ കുഞ്ഞല്ലേ. ഇന്നാട്ടിൽ പട്ടിക്കും പൂച്ചക്കും നരിക്കും ഒക്കെ ഉണ്ടല്ലോ നീതി, മനുഷ്യന് കിട്ടില്ലേ ആ പറഞ്ഞ സാധനം? മുക്ത ചോദിച്ചു പോയി. എൻ്റെ മോളെ, നീ ഈ പറഞ്ഞ ഏതൻ ആരാണെന്ന് വിചാരിച്ചിട്ട്? നീ ക്രിമിനലാണ്. രക്തം കണ്ടാൽ അറക്കാത്ത ഗുണ്ടായിസവും അടിപിടിയും തൊഴിലായി കൊണ്ടു നടക്കുന്ന ഒരുത്തനാണ്. കഴിഞ്ഞ മാസം കവലയിൽ വെച്ച് ഒരുത്തൻ്റെ കൈ പരസ്യമായിട്ട് വെട്ടിയിട്ട് അയാളെ നമ്മളുടെ നാട്ടിലെ പോലീസ് ഒന്നും തൊട്ടുകൂടെയില്ല. ഇത്രയും ആളുകൾ കൂടി നിന്നിട്ട് ഒറ്റ ഒരുത്തൻ സാക്ഷി പറഞ്ഞില്ല. അതൊക്കെ പോട്ടെ, ഈ വെട്ടേറ്റവൻ്റെ കുടുംബത്തിൽ നിന്ന് പോലും ഒരുത്തൻ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നില്ലെന്നാണ് കേട്ടത്. പിന്നെ ആവശ്യത്തിനേറെ രാഷ്ട്രീയ പിന്തുണ ഇത്തരക്കാർക്കുണ്ടാവുമല്ലോ. ഇത് നീ കൂട്ടിയ കൂടത്തില്ല, ഇത് വേറൊരു ഇനമാണ്. മുക്ത ഞൊടിയിടയിൽ ഗൗതമിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. കൂട്ടിയ കൂടുമ്പോ എന്നേ ഞാനൊന്ന് നോക്കട്ടെ. ഏതൻ? അവൻ ആരാ? കിരീടം വെക്കാത്ത രാജാവോ? മുക്തയ്ക്ക് വിറഞ്ഞങ്ങ് കയറി. വില്ലൻ. അവൻ്റെ ശത്രുക്കൾക്ക് അവൻ വില്ലനാണ്. വെച്ചേക്കില്ല. തടസ്സം വരുന്നതിനെ അത്രയും ഉന്മൂലനം ചെയ്ത് തന്നെയാണ് ഏതന് ശീലം. ആ എങ്കിൽ ഇന്നു മുതൽ ഏതൻ എൻ്റെ വില്ലനാണ്, ഈ ഭൂമിയിൽ മുക്തയുടെ പ്രതിനായകൻ. മുക്തയുടെ കണ്ണിൽ കനലിടിഞ്ഞു തുടങ്ങി. മോളെ, അമ്മച്ചി മോള് കാണിക്കുന്ന സ്നേഹം മുതലെടുക്കുകയാണെന്ന് വിചാരിക്കരുത്. മേരി പരിഭ്രമത്തോടെ മുക്തയെ നോക്കി. എന്താണ് അമ്മച്ചി? എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞോ? മുക്ത അവരെ നോക്കി ഒന്ന് ചിരിച്ചു. അന്നേരം സ്റ്റീജ മുക്ത വാങ്ങിക്കൊടുത്ത മിഠായികൾ ഓരോന്നായി കഴിക്കുന്ന തിരക്കിലായിരുന്നു. നാളെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങാം എന്ന ഡോക്ടർ പറഞ്ഞത്. പക്ഷെ 2 ആഴ്ച റെസ്റ്റ് വേണമെന്ന്. അമ്മച്ചി തീപ്പെട്ടി കമ്പനിയിലും മറ്റും പോയാണ് ഓരോ ദിവസവും ജീവിതം തള്ളി നീക്കുന്നത്. ഇനി 2 ആഴ്ച ഞാൻ വീട്ടിലിരുന്ന എൻ്റെ കൊച്ചിൻ്റെ കാര്യം എന്താവുമെന്ന് ഒരു ഊഹവും ഇല്ല. ജനിക്കുമ്പോഴേ ദീനവുമായി വന്ന കൊച്ച. എൻ്റെ കൊച്ചിന് ഹാർട്ട് ഓപ്പറേഷൻ പറഞ്ഞിട്ട് 2 കൊല്ലമായി. അല്പം വസ്തുള്ളത് വിറ്റ് അതൊന്ന് നടത്താൻ നോക്കിയപ്പോൾ അവൻ അതിനും സമ്മതിച്ചില്ല. അന്ന് കിട്ടിയ പണം മുഴുവൻ അവൻ കൊണ്ടുപോയി നശിപ്പിച്ചു. മോളമ്മച്ചിക്ക് കുറച്ച് പണം കൂടെ തരാവോ? ജീവനുണ്ടേ അമ്മച്ചി എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. കടായിട്ട് മതി. പറഞ്ഞു മുഴുവനിപ്പിക്കും മുമ്പേ ആ സ്ത്രീ ഉറക്കെ കരഞ്ഞു പോയിരുന്നു. മുക്തയുടെ നെഞ്ചിൽ തറഞ്ഞുപോയി നിസ്സഹായയായ ആ അമ്മയുടെ കരച്ചിൽ ചീളുകൾ. വിഷമിക്കാതെ അമ്മച്ചി, നമുക്ക് വഴിയുണ്ടാക്കാം. മുക്ത അവരുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അമ്മച്ചി ഇനിയും അവനുള്ള വീട്ടിലേക്കാണോ പോകുന്നത്? വേറെ എവിടേക്കെങ്കിലും മാറി താമസിച്ചൂടെ? മുക്ത എടുത്തു ചോദിച്ചു. അതിനൊക്കെ ഒരുപാട് ശ്രമിച്ചതാ മോളെ. അവനറിയുന്ന ആരും ഒരു വീട് പോലും വാടകയ്ക്ക് തരത്തില്ല. കഴിഞ്ഞ 2 വർഷമായിട്ടുള്ളൂ ഞങ്ങൾ അവൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അതിനു മുന്നേ വരെ ഒരു വാടക വീട്ടിലായിരുന്നു. ഏതിൻ്റെ അപ്പന് ടൗണിൽ ഒരു ചെറിയ കട ഉണ്ടായിരുന്നു. അതിൻ്റെ വാടക പണം എനിക്കായിരുന്നു കിട്ടിയിരുന്നത്. അതുകൊണ്ട് അല്ലലില്ലാതെ ഞാനും എൻ്റെ കൊച്ചും ജീവിച്ചിരുന്നു. 2 വർഷം മുന്നേ അവൻ വന്ന് അവൻ്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ അന്നേരം ഇത്രയും വലിയ ദുഷ്ടത്തരം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. വാടകപ്പണം അവൻ നേരിട്ട് കൈപ്പറ്റാൻ തുടങ്ങി. അവിടെ കൊണ്ടും തീർന്നില്ല. പിന്നീട് തരം കിട്ടുമ്പോഴൊക്കെ അവൻ എൻ്റെ കൊച്ചിനെ തൊടാനും പിടിക്കാനും തുടങ്ങി. ആദ്യമൊക്കെ എതിർത്ത് നിന്ന് നോക്കി. ഇപ്പോൾ കരഞ്ഞ് കാലും പിടിച്ചും കഴിയുന്നു. ഞാൻ പരലോകത്തേക്ക് പോകുമ്പോൾ എൻ്റെ കൊച്ചിനെയും കൊണ്ടുപോകും. എന്നാലും അവൻ്റെ ആവശ്യം നടത്തിക്കുകയില്ല. ആ അമ്മച്ചിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊള്ളി അടർന്നു വീണു. അമ്മച്ചി ഇങ്ങനെ തളർന്നാൽ എങ്ങനെയാ? സ്റ്റീജമോൾക്ക് പിന്നെ ആരാ ഉള്ളത്? പണമൊക്കെ നമുക്ക് റെഡിയാക്കാം. മുക്ത പതിയെ ഒന്ന് ചിരിച്ചു. മേരിയുടെ കണ്ണുകൾ കലങ്ങി. മുന്നിലിരിക്കുന്ന മുക്തക്ക് അപ്പോൾ മാതാവിൻ്റെ രൂപമായിരുന്നു. സഖാവേ, ഒരു 20 രൂപ ഉണ്ടാവുമോ ഒന്ന് മറിക്കാൻ? രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുക്ത രാഘവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ചോദിച്ചു. രാഘവന് കോരി കുടിച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞി പെട്ടെന്ന് തരിപ്പിൽ പോയി. അയാൾ ഒന്ന് ചുമച്ചു. മുക്ത അയാളുടെ നെറുകയിൽ പതിയെ തട്ടിക്കൊടുത്തു. 20 ചോദിച്ചോളൂ, അതിന് ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ സഖാവേ? മുക്ത ചുണ്ടൊന്ന് കൂട്ടി. ടൗണിലെ വലിയ അറവുശാലയിൽ ജോലിയെടുക്കുന്ന നേഴ്സായ നീ എന്നോട് കടം ചോദിക്കുന്നോ? മോശം, മോശം, വളരെ മോശം. രാഘവൻ മുക്തയെ പുച്ഛിച്ചു വിട്ടു. മുക്തയുടെ മുഖം കടന്നൽ കുത്തിയ പോലെ വീർത്തു വരുന്നത് രാഘവൻ ഇടങ്കണ്ണിട്ട് നോക്കിക്കൊണ്ട് കഞ്ഞി കുടിക്കാൻ തുടങ്ങി. നാട്ടുകാർക്ക് കൊടുത്ത് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് എനിക്കും കൂടെ തരണം സഖാവേ. എൻ്റെ പോക്കറ്റ് നിറക്കാനൊന്നുമല്ല, ഒരു ആതുര സേവനത്തിനാണെന്ന് കൂട്ടിക്കോ. മുക്ത പ്രതീക്ഷയോടെ രാഘവനെ ഉറ്റുനോക്കി.
ആതുര സേവനമൊക്കെ സ്വന്തമായി അധ്വാനിച്ച പണം കൊണ്ട് നടത്തണം ഹേ. രാഘവൻ മുക്തയുടെ വാക്കുകളെ പുച്ഛിച്ചു തള്ളി. മുക്ത കുടിച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞി തട്ടി നീക്കി എഴുന്നേറ്റു പോകാൻ ഒരുങ്ങി. ഭക്ഷണത്തെ നിന്ദിച്ച നാളെ മുതൽ നിന്റെ പേര് ഇവിടുത്തെ റേഷൻ കാർഡിൽ നിന്നും ഞാനങ്ങ് വെട്ടും, പറഞ്ഞേക്കാം. രാഘവൻ മുഖമുയർത്താതെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് പറഞ്ഞു. കുറച്ചപ്പുറം എത്തിയ മുക്ത ചാടിത്തുള്ളി വന്ന് പ്ലേറ്റോടുകൂടെ ഒറ്റ വലിക്ക് ആ കഞ്ഞി അങ്ങ് കുടിച്ചു. വലത്തെ കൈകൊണ്ട് ചുണ്ടൊന്ന് നീട്ടി തുടച്ചുകൊണ്ട് അവൾ രാഘവനെ നോക്കി കണ്ണുരുട്ടി. രാഘവന് അത് കാണെ പൊടുതനെ ചിരി വന്നുപോയി. ഡോ വാടോ, ഒരു റൗണ്ട് കളിക്കാം. രാഘവൻ ചെസ് ബോർഡിൻ്റെ മുന്നിലിരുന്ന് അപ്പുറം മാറി സോഫയിലിരിക്കുന്നവളെ വിളിച്ചു. സഖാവ് ഒറ്റക്ക് അങ്ങോട്ട് കളിച്ചേച്ചാൽ മതി, എനിക്കൊന്നും വയ്യ. മുക്ത ചുണ്ടുകൊട്ടി. ഹേയ്, ഇതെന്തൊക്കെ വന്നാലും നമ്മൾ ഒഴിവാക്കാറില്ലല്ലോ. വാടോ, ഇവിടെ വന്നിരിക്ക്, ഇന്നത്തെ വിശേഷങ്ങൾ പറ. രാഘവൻ ഒരിക്കൽ കൂടി മുക്തയെ നോക്കി കണ്ണു ചുരുക്കി. സഖാവിന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ ഇല്ലെന്ന്. മുക്തക്ക് വാശി കയറി. ഉറപ്പാണോ? ആ, ഉറപ്പാ. ആതുര സേവനത്തിന് കടം ചോദിച്ച പണം ഞാൻ തന്നാലോ? രാഘവൻ ചെറിയൊരു ചിരിയോടെ ഒരു പിരികം ഉയർത്തിക്കൊണ്ട് മുക്തയെ നോക്കി. ശരിക്കും? ചമ്രം പടിഞ്ഞിരുന്നവൾ വേഗത്തിൽ കാലുകൾ ഇറക്കി ചാടി എഴുന്നേറ്റു. അതേന്നേ, അല്ലെങ്കിലും സഖാവ് വിചാരിച്ച നടക്കാത്തതായി എന്തുണ്ട്? മുക്ത രാഘവൻ്റെ കവിളിൽ ഒന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഈ പെണ്ണ്. രാഘവൻ കവിളൊന്ന് നീട്ടി ഒഴിഞ്ഞു. മുക്ത ചിരിച്ചുകൊണ്ട് ചെസ് ബോർഡിൻ്റെ മറുപുറം വന്നിരുന്ന് ചെസ് ബോർഡിലെ കരുക്കൾ നീക്കാൻ തുടങ്ങി. ഇനി പറ, എന്താണ് ഭൂമിയിലെ മാലാഖക്ക് കാശിന് ഇത്ര ആവശ്യം? എൻ്റെ കുട്ടി ആവശ്യമില്ലാതെ ചോദിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. രാഘവൻ സ്വാഭാവികമായി ചോദിച്ചു. ഒരു വില്ലൻ്റെ നെഞ്ചിൽ അവസാനത്തെ ആണിയടിക്കാൻ. മുക്തയുടെ കണ്ണിൽ കനലെരിഞ്ഞു. രാഘവൻ കൈനീട്ടി എടുത്ത കരു തിരികെ വെച്ചുകൊണ്ട് സൂക്ഷ്മമായി മുക്തയെ നോക്കി. അവളുടെ വാക്കിലെ മുറുക്കം അതിനോടകം അയാൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്കിടയിൽ പരിചയപ്പെട്ട മേരിയെയും മകൾ സ്റ്റീജയെയും കുറിച്ച് പറയുമ്പോൾ അത്രയും അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു തീയായിരുന്നു. രാഘവൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. ഭൂമിയുടെ കളങ്കങ്ങൾ ഒന്നും അറിയാത്ത ഒരു മാലാഖ കുഞ്ഞിനെതിരെ ആക്രമണം കാണിക്കുന്ന ഒരു ചെകുത്താൻ്റെ രൂപം അതിനോടകം രാഘവൻ്റെ ഹൃദയത്തിൽ ഇടം നേടിയിരുന്നു. ആരാണവൻ? രാഘവൻ്റെ ശബ്ദം വിറച്ചു. ഏതൻ. പുറത്തു പെയ്തിരിക്കുന്ന ചാറ്റൽ മഴ ആ പേരുച്ചരിക്കവേ ശക്തിപ്പെട്ടു. മാനത്ത് മിന്നൽ പിണർപ്പുകൾ ഓടിമറഞ്ഞു. വീശിയടിക്കുന്ന കാറ്റിനെ പേമാരി തൻ്റെ മടിത്തട്ടിൽ ഒതുക്കാൻ നോക്കി പരാജയപ്പെട്ടു. ഏതൻ. രാഘവൻ്റെ കണ്ണുകൾ ഒന്ന് വികസിച്ചു വന്നു. മുന്നിൽ നിൽക്കുന്നവരെ ചെന്നായക്കൂട്ടങ്ങളെ പോലെ തോന്നിയ അവന് ഒന്ന് ശബ്ദം വെച്ചാൽ പോലും അവറ്റകൾ കടിച്ചു കീറും. രക്തം മണക്കുന്നു, ചുടു രക്തത്തിൻ്റെ മണം. മുന്നിൽ നിൽക്കുന്നവരുടെ കണ്ണുകളിൽ അത്രയും തന്നെ ജീവനോടെ പച്ചക്ക് തിന്നാനുള്ള ആർത്തി കാണെ ആ ചെറുപ്പക്കാരൻ വിറപൂണ്ടു. എന്നെ ഒന്നും ചെയ്യല്ലേ. അയാൾ ജീവഭയം കൊണ്ട് തേങ്ങിക്കരഞ്ഞു. വാസുദേവൻ്റെ തട്ടകത്തിൽ കയറി കളിക്കല്ലേ എന്ന് 100 വട്ടം പറഞ്ഞതല്ലേ നിന്നോട്? എന്നിട്ട് നീ കേട്ടോ? അപ്പോൾ നിനക്ക് കൊണ്ടുപിടിച്ച അഹങ്കാരമല്ലായിരുന്നോ? ഇപ്പോൾ തീർന്നു നിന്റെ അഹങ്കാരം. മൈക്കിൾ മുന്നിലേക്ക് കയറി വന്ന് വീണു കിടക്കുന്നവൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു. വേണ്ട. ആൻ്റണി അവനെ തടഞ്ഞു. രണ്ടാമത് മടിക്കാനൊരുങ്ങിയ മൈക്കിൾ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. ഏതം വരും, അവൻ തീരുമാനിക്കട്ടെ, കൊല്ലണോ അതോ വളർത്തണോ എന്ന്. പറഞ്ഞു തീരും മുമ്പേ വലിയൊരു ശബ്ദത്തോടു കൂടെ ഗോഡൗണിൻ്റെ ഷട്ടർ തുറക്കുന്ന ശബ്ദം കേട്ടു. അരണ്ട വെളിച്ചത്തിൽ ഒരു നിഴൽ രൂപം, 6 അടി പൊക്കവും അതിനൊത്ത ശരീരവുമുള്ള ഒരുത്തൻ. കണ്ണിൽ സകലതിനെയും ഉന്മൂലനം ചെയ്യാൻ മാത്രം കെൽപ്പുള്ള തീ. അടികൊണ്ട് കിടക്കുന്നവൻ ആ രൂപം കാണെ പേടിച്ചരണ്ടൊന്ന് പിടഞ്ഞു. മറ്റു 2 പേർ അയാളുടെ മരണഭയം കാണെ ഊറിച്ചിരിച്ചു. അവൻ്റെ ഒരു പേടി നോക്ക്. വാസുദേവനെ ഉറ്റുമ്പോൾ നീ ഓർക്കണമായിരുന്നു ഇതൊക്കെ. മൈക്കിൾ അവനെ നോക്കി മുരണ്ടു. ഏതൻ ഓരോ അടി മുന്നോട്ട് വരുന്തോറും അയാൾ ജീവന് വേണ്ടി അലറിക്കരഞ്ഞു. ഏതൻ്റെ കണ്ണിൽ വേട്ടമൃഗത്തെ കയ്യിൽ കിട്ടിയ ഒരു വേട്ടക്കാരൻ്റെ ഭാവമായിരുന്നു അന്നേരം. ഏതൻ അവൻ്റെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. അയാളുടെ അലർച്ച കൂടിക്കൂടി വന്നു. ഇപ്രാവശ്യം ഒറ്റിയതും നീ തന്നെയല്ലേ? ഏതൻ തികഞ്ഞ ശാന്തതയോടെ അയാളെ നോക്കി. അയാൾ വിലങ്ങനെ തലയാട്ടി. ഏതൻ തറപ്പിച്ച് ഒരു നോട്ടം കൂടി നോക്കി അവനെ. ക്ഷമിക്കണം, ഇത്തവണത്തേക്ക് മാത്രം, ഇനി ആവർത്തിക്കില്ല. അയാൾ കൈകൾ കൂപ്പി തേങ്ങി. പണത്തിന് വേണ്ടിയല്ലേ നീ എതിർഭാഗം കൂടിയത്? കഴിഞ്ഞ വട്ടം ഒരു വാണിംഗ് തന്നതല്ലായിരുന്നു? വാഗ്ദാനം തെറ്റിക്കാൻ ഉള്ളതാണോ? എന്തായാലും തെറ്റിച്ചു. എങ്കിൽ പിന്നെ കുമ്പസരിച്ചേക്ക്. ഏതൻ വല്ലാത്തൊരു ചിരി ചിരിച്ചു. അയാളുടെ കണ്ണുകളിലെ ഭീതി ഇരട്ടിച്ചു. വേണ്ട, ഒന്നും ചെയ്യല്ലേ. അയാൾ വെപ്രാളം കാണിച്ചു തുടങ്ങി. കുമ്പസരിക്ക്? ഇല്ല.
അയാൾ വിതുമ്പി കരഞ്ഞു. കുമ്പസരിക്കട നായേ. ഏതൻ അയാളുടെ മുടിക്കുത്തി പിടിച്ചുകൊണ്ട് കവിളുകൾ കൂട്ടിപ്പിടിച്ചു. കൊല്ലല്ലേ ഏതാ, തെറ്റുപറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല. ഏതൻ്റെ കൈകൾ അയഞ്ഞു. ക്രൂരമായ ഒരു ചിരി അവൻ്റെ ചുണ്ടിൽ വന്ന് നിറഞ്ഞു. കുമ്പസാരം കഴിഞ്ഞു. ഇപ്പം നീ പിറന്നു വീണ കുഞ്ഞിനെ പോലെയല്ലേ. പോയേക്ക്, ഇവിടം വിട്ടു പോയേക്ക്, ഈ നശിച്ച ലോകം വിട്ടു പോയേക്ക്. പറഞ്ഞു തീരും മുമ്പേ ഏതൻ്റെ കയ്യിലെ ഇരുതല കത്തി അയാളുടെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. അയാൾ ദീർഘമായ ഒരൊറ്റ ശ്വാസത്തോടെ പിടഞ്ഞു വീണു. അവൻ പാപം ചെയ്തു. അവൻ കുമ്പസരിച്ചു. ഞാൻ അവന് പാപമോക്ഷം കൊടുത്തു. ഏതൻ കണ്ണൊന്ന് ചിമ്മിച്ചിരിച്ചു. ഏറ്റവും ശാന്തമായി. ഏതൻ കത്തിയിലെ രക്തം വെളുത്ത തുണി വെച്ച് ഒന്ന് തുടച്ചെടുത്തുകൊണ്ട് അത് രണ്ടായി മടക്കി അരയിലേക്ക് തിരികെ. ബോഡി പുറംലോകം കാണിക്കരുത്. ഒരു ഫോട്ടോ എടുത്ത് വാസുവേട്ടന് വിട്ടുകൊടുത്തേക്ക്. ഒരു കുരിശിനെ കൂടെ ഒഴിപ്പിച്ചു എന്ന് പറഞ്ഞേക്ക്. ഏതൻ മൈക്കിളിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ കാര്യം ഞാൻ ഏറ്റു. മൈക്കിൾ ആവേശം പൂണ്ടു. നീ എങ്ങോട്ടേക്കാ ഏതാ? ആൻ്റണി അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു. എൻ്റെ പറ്റ തള്ളയെ ഒന്ന് കാണണം. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പോയിട്ടുണ്ട് എന്ന് പോലും. 15 വയസ്സുള്ള സ്റ്റീജ എന്ന ബുദ്ധിവൈകല്യമുള്ള കൊച്ചിനെ ഏതൻ എന്ന ക്രിമിനൽ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന്. അത് പറഞ്ഞു തീരുമ്പോൾ ഏതൻ്റെ താടിയെല്ലുകൾ പോലും ദേഷ്യം കൊണ്ട് വിറച്ചു. ആൻ്റണി ഒരക്ഷരം മിണ്ടാതെ ഏതനെ തന്നെ ഉറ്റുനോക്കി. ഞാൻ പോയേച്ചും വരാച്ചായ. ബോഡി നിങ്ങൾ നോക്കിയേക്കില്ലേ? ഏതൻ ആൻ്റണിയെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് നീ വിട്ടേക്ക്. ആ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നീ പോയേച്ചും വാ. ആൻ്റണി കണ്ണൊന്ന് ചിമ്മി. ഏതൻ പുറത്തേക്ക് നടന്നു. അന്നേരം അത്രയും അവൻ്റെ കണ്ണുകളിൽ സ്റ്റീജയുടെ രൂപമായിരുന്നു. തന്നെ കണ്ടാൽ ഭയത്തോടെ കണ്ണുകൾ ഇറുക്കിയിരിക്കുന്ന സ്റ്റീജയുടെ മുഖം. മേരി വേഗത്തിൽ ബാഗിലേക്ക് തുണികൾ തിരുകിക്കൊണ്ട് അക്ഷമയോടെ വാർഡിനപ്പുറമുള്ള വരാന്തയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. മുക്തയെ പ്രതീക്ഷിച്ചുള്ള ഇരിപ്പ് തുടങ്ങിയിട്ട് ഏറെ നേരമായിരുന്നു. ഏതൻ പിടിച്ചുന്തിയപ്പോൾ വെച്ചടിച്ചുകൊണ്ട് ഒടിഞ്ഞ കൈയും പൊക്കി പിടിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങിയതാണ്. ആദ്യം കണ്ട വണ്ടിക്കാരനോട് കാര്യം പറഞ്ഞപ്പോൾ കൊണ്ടുപോയി ഇറക്കി തന്നത് ഇത്രയും വലിയ ഹോസ്പിറ്റലിലായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അവർ ചിന്തിച്ചിരുന്നില്ല. ഇതിപ്പോൾ ബില്ലൊക്കെ കൂട്ടിയാൽ കൂടാത്ത അത്രയും വലിയൊരു സംഖ്യ ചിലവ് വന്നിട്ടുണ്ട്. എല്ലാ കൊച്ചാണ് അടച്ചത്. സ്റ്റീജമോൾക്കും എനിക്കും കൂടെ ഒരു ചെറിയ വീട് അത് ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഉള്ളു നിറയെ സന്തോഷമായിരുന്നു. ഏതൻ്റെ കീഴിൽ ആ വീട് നരകമാണ്. അതിനേക്കാൾ നല്ലത് വാടക വീട് തന്നെയാണ്. ഏതൻ തിരഞ്ഞു വരുന്നതിന് മുമ്പേ എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അവർ അടുത്തിരിക്കുന്ന സ്റ്റീജയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ ചിരിച്ചു. ബില്ലൊക്കെ അടച്ചിട്ടുണ്ട് അമ്മച്ചി. എടുക്കാനുള്ളതൊക്കെ എടുത്തോ. ഇനി മുതൽ അമ്മച്ചിക്കും മോൾക്കും മനസ്സമാധാനത്തോടെ താമസിക്കാം ഒരിടം കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. മുക്ത പതിയെ ചിരിച്ചു. കൊച്ചിനെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചല്ലേ. അമ്മച്ചിക്ക് ഇതൊക്കെ തിരികെ തരാൻ കഴിയുമോ എന്നറിയില്ല. എന്നാലും അമ്മച്ചിയുടെ പ്രാർത്ഥനയിൽ എന്നും മോളുണ്ടാവും. മേരി അവളുടെ മുടിയിൽ പതിയെ തലോടി. അത് മതി അമ്മച്ചി. അമ്മച്ചിയുടെയും സ്റ്റീജമോളുടെയും പ്രാർത്ഥന തന്നെ മതി. ബാക്കിയൊക്കെ ലോകത്ത് പണം കൊടുത്താൽ കിട്ടില്ലേ. നമുക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടാവുന്നത് തന്നെ ഒരു പുണ്യമല്ല അമ്മച്ചി. മുക്ത സ്റ്റീജയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറുകയിൽ ഒന്ന് ചുംബിച്ചു. ബാഗൊക്കെ ഒടുക്കി വെക്ക്. ഞാൻ ഇപ്പോൾ വരാം. ഹാഫ് ഡേ ലീവ് പറയാനുണ്ട്. മാഡത്തിനെ ഒന്ന് കാണട്ടെ. മുക്ത മേരിയോട് പറഞ്ഞുകൊണ്ട് തിടുക്കപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി. മോൾ ഈ നാട്ടിലുള്ളതൊന്നുമല്ലേ? തിടുക്കപ്പെട്ട് ഹാഫ് ഡേ ലീവ് പറയാൻ പോവാൻ നേരമാണ് മേരി അമ്മയുടെ തൊട്ടു ബെഡിലുള്ള സ്ത്രീയുടെ കൂട്ടിയിരിപ്പുകാരി മുക്തയെ വിളിക്കുന്നത്. അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? മുക്ത അവരെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കണ്ടിട്ട് എൻ്റെ മോളുടെ പ്രായമുള്ളൂ മോൾക്ക്. സ്നേഹം കൊണ്ട് പറയുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഏതൻ്റെ അമ്മയും അനുജത്തിയുമാണത്. സൂക്ഷിക്കണം. ഏറ്റവും നല്ലത് ഈ കാര്യത്തിൽ ഇടപെടാതെ ഇരിക്കുന്നത് തന്നെയാണ്. ഓ ഓ ഓ ഉപദേശം. നിങ്ങളൊക്കെ കണ്ണടച്ചിരിക്കുന്ന പോലെ ഞാനിരിക്കണം എന്നാണോ? മുക്ത പരിഹാസത്തോടെ അവരെ നോക്കി. എൻ്റെ ഭർത്താവും ഏതൻ്റെ അപ്പനും സുഹൃത്തുക്കളായിരുന്നു പണ്ട്. ആ കുടുംബത്തെ എനിക്ക് അടുത്തറിയാം മോളെ. മോള് കാണുന്നതും കേൾക്കുന്നതൊക്കെ സത്യമായിരിക്കണമെന്നില്ല. പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയിൽ എടുത്തു ചാടിയാൽ തിരികെ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സ്ത്രീ പതിയൊന്ന് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. മുക്ത കണ്ണുകൾ കുറുക്കി അവരെ തന്നെ നോക്കി. മുക്ത യൂണിഫോം മാറ്റി വേഗത്തിൽ കയ്യിലുള്ള ചുരിദാർ എടുത്തിട്ടു. ഗൗതമി, ഞാൻ ഇറങ്ങുവാണേ. അമ്മച്ചിയെയും സ്റ്റീജയെയും വാടക വീട്ടിലാക്കിയിട്ട് ഞാൻ നിന്നെ വിളിക്കാം. മുക്ത വേഗത്തിൽ ബാഗ് തോളിലേക്ക് ഇട്ടു. ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ടും നിന്റെ തലയിൽ കയറിയില്ലെങ്കിൽ പിന്നെ എന്തു പറയാനാ? ഗൗതമി ചുണ്ടൊന്ന് കൂട്ടി. ഗൗതമി മുക്തയെ തന്നെ സൂക്ഷിച്ചു നോക്കി. ഇനി ഒരടി പോലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുക്ത എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്തിരിയില്ല എന്ന് ഗൗതമിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന അമ്മച്ചിയും മോളും എവിടെ?
മുക്ത തിരികെ വന്നപ്പോൾ വാർഡിൽ മേരി അമ്മച്ചിയെയും സ്റ്റീജയും കിടന്നിരുന്ന കട്ടിൽ ശൂന്യമായിരുന്നു. അത് മുക്തയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അപ്പോൾ സിസ്റ്റർ ഒന്നും അറിഞ്ഞില്ലേ? ആ പെണ്ണുമ്പിള്ളയുടെ മോനൊരുത്തൻ ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയ അംഗം ചെറുതൊന്നുമല്ല. തടയാൻ ചെന്നവർക്കൊക്കെ അടിപൊട്ടി. ആ മന്ദബുദ്ധി പെങ്കൊച്ചിനെ ആ ചെറുക്കൻ പൂച്ചക്കുഞ്ഞുങ്ങളെ എടുത്തിടും പോലെയാ വണ്ടിയിലെടുത്തിട്ട്. വാർഡിൽ തൊട്ടപ്പുറമുള്ള ബെഡിലെ ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലിൽ മുക്ത നടുങ്ങിപ്പോയി. ഏതൻ, അവൻ വന്നിരുന്നോ? മുക്തയുടെ ഉള്ളിൽ തീമഴ പെയ്തു. കണ്ടുപിടിക്കണം, സ്റ്റീജമോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അയാൾ എന്തും ചെയ്യാൻ മടിക്കില്ല. നീ ഇങ്ങനെ തടിച്ചു നിൽക്കാതെ എന്തെങ്കിലും ചെയ്യ്, ഉള്ളിലിരുന്ന് ആരോ മുക്തയോട് പറഞ്ഞുകൊണ്ടിരുന്നു. മേരി അരികെ നിൽക്കുന്നവനെ കാണെ കിടുകിടാ വിറച്ചു. സ്റ്റീജ പേടിച്ചരണ്ടുകൊണ്ട് മുറിയുടെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടിയിരുന്നു. രക്ഷപ്പെട്ടു പോവാം എന്ന് കരുതിയോ നിങ്ങൾ? ഏതൻ മേരിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ്റെ കണ്ണുകളിലെ തീവ്രത നേരിടാനാവാതെ മേരി കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് എവിടെ വരെ ഓടും? ഈ വീട്ടിൽ നിന്നും നിങ്ങൾക്കിനിയൊരു മോചനയില്ല എന്ന് 100 വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതൊന്നും നിങ്ങളുടെ തലയിലോട്ട് കയറിയില്ലേ? ഏതൻ മേരിയെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. ഞങ്ങൾ രണ്ടാളും എങ്ങോട്ടെങ്കിലും പോയിക്കോണം. നിനക്കെന്താ? എന്തിനാ ഞങ്ങൾ പോണ വഴിയെ തടസ്സം നിൽക്കുന്നത്? മേരി ഏതന് നേരെ പൊട്ടിത്തെറിച്ചു. നിങ്ങളെ എവിടെ വേണമെങ്കിലും പോയി ചത്തു മളിച്ചാൽ എനിക്കൊന്നുമില്ല. പക്ഷേ ഇവളെ ഇവിടെ നിർത്തിയേക്കണം. എനിക്ക് വേണേ അവളെ. ഏതൻ സ്റ്റീജയെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നടക്കില്ല, കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. മേരി ഉടഞ്ഞു തുള്ളി. പെറ്റ തള്ളയാണെന്നൊന്നും ഞാൻ നോക്കില്ല. നിങ്ങളെ കൊന്നിട്ടായാലും ശരി. ഏതൻ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. ഏതൻ ഏറ്റവും ശാന്തമായി അവരെ നോക്കി ചിരിച്ചു. മേരിക്ക് അതൊരു കൊലച്ചിരിയായിട്ടാണ് തോന്നിയത്. അല്ല, ഈ പെണ്ണിനെ ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു എന്ന് കേട്ടു. ശരിയാണോ? ഏതൻ അടുത്തിരുന്ന കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് മേരിയെ സൂക്ഷിച്ചു വെച്ച് നോക്കി. മേരി ഒരക്ഷരം മിണ്ടാതെ നിന്ന് വിയർത്തു. ശരിയാണോ എന്ന് ഏതൻ നിന്ന് അലറി. മേരി ഞെട്ടി 2 അടി മാറി നിന്നു. തൊട്ടടുത്ത നിമിഷം ഏതൻ TV സ്റ്റാൻഡിന് മുകളിൽ വെച്ചിരുന്ന ഫ്ലവർ വേസ് വെച്ച് മേരിയെ എറിഞ്ഞു. പറയാൻ, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നോ എന്ന്. ഫ്ലവർ വേസ് മേരിയുടെ തൊട്ടടുത്തുള്ള ചുമരിൽ തട്ടി ചിന്നിച്ചിതറി. സ്റ്റീജ കണ്ണുകൾ പൊത്തി പേടിച്ച് കരഞ്ഞു. നിർത്തടി നിന്റെ കരച്ചിൽ. ഏതൻ സ്റ്റീജയെ നോക്കി ഒച്ചയിട്ടു. സ്റ്റീജ പേടിച്ച് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തേങ്ങി. ഒന്നും ചെയ്യല്ലേ, ഞാനല്ല, ആ കൊച്ചാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തത്. മേരി ഏതനെ നോക്കി കൈകൾ കൂപ്പി. മേരിയുടെ അടുത്തേക്ക് നീങ്ങിയ ഏതൻ്റെ കാലുകൾ നിശ്ചലമായി. ആര്? ഏതൻ നെറ്റി ചൊലിച്ചു. ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന നഴ്സ് വെച്ച് മുക്ത. മേരി വിറച്ചുകൊണ്ട് ആ പേര് പറഞ്ഞു. മുക്ത. ഏതൻ്റെ ചുണ്ടുകൾ ആ പേര് ഉരുവിട്ടുകൊണ്ടിരുന്നു. മുക്ത, നീ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ദൈവമായിട്ട് നിന്നെ രക്ഷിച്ചതാ. ഇനിയും ആ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഗൗതമി മുക്തയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഭയന്ന് ഓടണം എന്നാണോ നീ പറയുന്നത്? മുക്ത ചൊടിച്ചു. അതെ, ഭയന്ന് ഓടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഏതൻ എന്ന വന്യമൃഗത്തിനോട് പിടിച്ചു നിൽക്കാനുള്ള കരുത്തൊന്നും നിനക്കുണ്ടാവില്ല. ഗൗതമി നെറ്റി ചൊളിച്ചു. നീ ഇപ്പോൾ ആ അമ്മച്ചിയുടെയും സ്റ്റീജമോളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഗൗതമി. അവരിപ്പോൾ നീ നേരത്തെ പറഞ്ഞ വന്യമൃഗത്തിൻ്റെ കീഴിൽ പേടിച്ചരുണ്ട്. എനിക്കത് ഓർക്കാൻ കൂടെ വയ്യ. മുക്ത വേദനയോടെ മുഖം വെട്ടിച്ച് കളഞ്ഞു. നീ ഇങ്ങനെ ഇമോഷണൽ ആവാൻ മാത്രം ആരാണവർ? നീയും അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധുക്കളോ പരിചയക്കാരോ ആരുമല്ല. 1-2 ദിവസത്തെ പരിചയം, അത്രയല്ലേ ഉള്ളൂ. അതങ്ങ് മറന്നു കളയുന്നതാണ് നിനക്ക് നല്ലത്. ഗൗതമിയുടെ സ്വരം ഉയർന്നു. മുക്ത ഗൗതമിയെ ഒന്ന് ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ടേബിളിൽ ഇരുന്ന തൻ്റെ ബാഗ് തോളിലേക്കിട്ടു. 20 കൊല്ലം മുന്നേ നിന്റെ അച്ഛൻ സതീശൻ സ്വന്തവും ബന്ധവും ഒന്നുമല്ലല്ലോ എന്ന് കരുതി വഴിയിലിട്ട് പോയിരുന്നുവെങ്കിൽ ഇന്ന് മുക്തയോ മുക്തയുടെ അച്ഛനോ ഉണ്ടാവില്ലായിരുന്നു. മുക്തയുടെ ചുണ്ടിൽ പരിഹാസം നിറഞ്ഞു. ഗൗതമി ചലനമറ്റ് നിന്നു. അച്ഛനെ പോലെ ആവണമെന്ന് ഞാൻ പറയുന്നില്ല ഗൗതമി, പക്ഷേ അച്ഛൻ്റെ പേര് കളയരുത് നീ. മുക്തയുടെ കണ്ണിൽ സഹതാപം നിറഞ്ഞു. വെട്ടിത്തിരിഞ്ഞു പോകുന്നവളെ ഒരു കാരണവും പറഞ്ഞ് പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് ആ നിമിഷം ഗൗതമി തിരിച്ചറിഞ്ഞിരുന്നു. മുക്ത ഒരു ഓട്ടോ വിളിച്ച് നേരെ ചെന്നത് ചിറ്റൂർ കോളനിയിലേക്കാണ്. മേരി അമ്മച്ചിയും സ്റ്റീജമോളും താമസിക്കുന്ന കോളനി അല്ല, ഏതൻ എന്ന വന്യമൃഗത്തിൻ്റെ താവളം. അപകടം, ജീവൻ നഷ്ടമായേക്കാവുന്ന അപകടം. ഉള്ളിലിരുന്ന ആരോ മുക്തയെ ഓർമ്മപ്പെടുത്തി. മുക്ത കണ്ണൊന്ന് ചിമ്മി. സ്റ്റീജമോളുടെ മുഖം മാത്രം. അതിനു മുന്നിൽ നേരത്തെ ഉള്ളിൽ കയറിയ അപകടം എന്ന മുന്നറിയിപ്പിൻ്റെ മുന ഒടിഞ്ഞുപോയി. വഴിയിൽ ഏതൻ്റെ വീട് അന്വേഷിച്ചവരിൽ ചിലർ തന്നെ അവിശ്വസനീയമായി നോക്കുന്നത്. മുക്ത മുഖവുരക്കെടുത്തില്ല.
ഏതെൻ്റെ വീടിൻ്റെ വാതിൽ തട്ടുമ്പോൾ ഒരു തരത്തിലുള്ള ഭയവും അവളെ കീഴ്പ്പെടുത്തിയിരുന്നില്ല. പ്രതീക്ഷകൾക്ക് വിപരീതമായി വാതിൽ തുറന്നത് മേരി അമ്മച്ചിയായിരുന്നു. ഏതെന്നെ പ്രതീക്ഷിച്ചു കാത്തുനിന്ന മുക്തയുടെ കണ്ണിലെ കത്തുന്ന കനൽ അവൾ മേരിയെ കണ്ടപാടെ പണിപ്പെട്ട് അടക്കി. ശ്രീജമോൾ ഉള്ളിൽ നിന്നും വാതിലിലേക്ക് എത്തി നോക്കുന്നതും മുക്തയെ കണ്ടപാടെ ഓടിപ്പാഞ്ഞു വന്ന് അവളുടെ നെഞ്ചിലേക്ക് വീഴുന്നതും മേരി ഒരു നെടുവീർപ്പോടെ നോക്കി നിന്നു. മുക്ത അവളെ തൻ്റെ ചിറകിനടിയിലേക്ക് അടക്കി പിടിച്ചു. തൊട്ടടുത്ത നിമിഷം മുക്തയുടെ ഫോൺ ബെല്ലടിച്ചു. മുക്ത പതിയെ ബാഗിൽ നിന്നും ഫോൺ പുറത്തെടുത്തു. ട്രൂ കോളറിൽ ആ പേര് തെളിഞ്ഞു വന്നു, ഏദൻ. മുക്ത കണ്ണുകൾ ചുരുക്കി അല്പനേരം ആലോചിച്ചു. അടുത്ത നിമിഷം അവൾ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചിരുന്നു. മേരി ശ്രീജമോളെ അടക്കി പിടിച്ചുകൊണ്ട് മുക്തയെ തന്നെ നോക്കി നിന്നു. മുക്ത മേരിയെ നോക്കി ശാന്തമായി ഒന്ന് ചിരിച്ചു. കണ്ണുകൾ അടച്ച് ഭയപ്പെടാതെ താനുണ്ട് കൂടെ എന്ന് പറയാതെ പറഞ്ഞു, ഹലോ. അപ്പുറം ഏതൻ്റെ ഗൗരവമേറിയ സ്വരം. ഹലോ. മുക്തയും മറുപടി നൽകി. ഏതൻ? പ്രതീക്ഷിച്ചിരുന്നു. മുക്ത തെല്ലുമുലയാതെ മറുപടി കൊടുത്തു. മറുഭാഗം പൊടുന്നനെ മൗനമായത് മുക്ത തിരിച്ചറിഞ്ഞു. ഭീഷണിപ്പെടുത്തിയിരുന്നില്ലേ? അല്പം തിരക്കുണ്ട്. 2 or 3 കേട്ടാൽ അറക്കുന്ന തെറി. കയ്യോ കാലോ വെട്ടിയെടുക്കുമെന്നൊരു ഭീഷണി. ഇതൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഫോൺ വെക്കാമായിരുന്നു. അതിനും അപ്പുറമൊന്നും ഒരു തെരുവ് കൊണ്ടൊക്കെ പറയാനുണ്ടാവില്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ. മുക്തയുടെ വാക്കുകളിൽ പരിഹാസം നിറഞ്ഞു. കയ്യോ കാലോ വെട്ടിയല്ല, ജീവൻ എടുത്താണ് ശീലം. ഏതൻ പതിയെ ചിരിച്ചു. ജീവൻ അങ്ങനെ എടുക്കാൻ വലിയ പണിയൊന്നുമില്ല സാർ. കറിക്കത്തി ഒന്ന് കയ്യിൽ കിട്ടിയാൽ എനിക്കും പറ്റും. ഇല്ലെങ്കിൽ തുരുമ്പെടുത്തൊരു ബ്ലേഡായാലും മതി. പക്ഷെ എൻ്റെ ഫീൽഡ് ജീവൻ എടുക്കലല്ല, കൊടുക്കലാണ്. മേരി മുക്തയെ അതിശയത്തോടെ നോക്കി നിന്നുപോയി. ഏതൻ ഒരു നിമിഷം കണ്ണുകൾ ചുരുക്കി ചിരിച്ചു. ഉഷിരോടെ സടകുടിഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു പെൺസിംഹത്തെ ഏതൻ അകക്കണ്ണിൽ കണ്ടു. രണ്ടും കൽപ്പിച്ചാണല്ലോ നീ. അതിന് മാത്രമുള്ള ചങ്കൂറ്റം ഉണ്ടോ നിനക്ക്? ഏതൻ്റെ സ്വരം വെല്ലുവിളി പോലെ തോന്നി മുക്തക്ക്. ഒരംഗത്തിനുള്ള ചങ്കൂറ്റമൊക്കെ എനിക്കുണ്ട്. കുരക്കുന്ന പെട്ടി കടിക്കത്തില്ല എന്ന് അച്ഛൻ പറയാറുണ്ട്. അതുപോലെയാ ഞാൻ ഏതിനെയും കാണുന്നുള്ളൂ. മുക്തിയുടെ ഞരമ്പിലൂടെ രക്തപ്രവാഹം കൂടി. നമുക്കൊന്ന് നേരിട്ട് കാണണ്ടേ? ഏതൻ ഗൂഢമായ ലക്ഷ്യത്തോടെ ചോദിച്ചു. വഴി തിരിഞ്ഞ് കഷ്ടപ്പെടണ്ട, ഇങ്ങ് പോരെ ചിറ്റൂർ കോളനിയിലോട്ട്, ഏതൻ്റെ താവളത്തിലോട്ട്. നിങ്ങളുടെ വീടിൻ്റെ പടിവാതിലിൽ ഞാൻ ഉണ്ട്. എൻ്റെ വലത്തെ കൈപ്പിടിയിൽ ശ്രീജമോളുമുണ്ട്. ഏതൻ്റെ മിഴികൾ വിടർന്നു വന്നു. നിയമവും നീതിയും മനുഷ്യനും ഒന്നും കൂടെ നിൽക്കില്ല എന്ന് അറിഞ്ഞിട്ടും ചങ്കൂറ്റത്തോടെ വെല്ലുവിളിക്കുന്നവൾ. അപ്പുറം ഫോൺ കട്ടായതറിയവേ ഏതൻ പതിയെ ഫോൺ ചെവിയിൽ നിന്ന് എടുത്തു. ആരാടാ അവൾ? കൊള്ളാലോ. ആൻ്റണി ഒരു ചെറിയ ചിരിയോടെ ഏതനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ടൗണിലെ സൺറൈസ് ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നുവെന്ന് സാജൻ എസ്.ഐ പറഞ്ഞു. പേര് മുക്ത. മൈക്കിൾ ആവേശത്തോടെ പറഞ്ഞു. അപ്പോൾ ഭൂമിയിലെ മാലാക. കൊള്ളാം, ആൻ്റണി ആലോചനയോടെ പറഞ്ഞു. നീയോ ഏതാ? ആൻ്റണി അവൻ്റെ തോളിൽ ഒന്ന് തട്ടി. വില്ലൻ, ഭൂമിയിലെ മാലാകയുടെ പ്രതിനായകൻ. ഏതൻ്റെ മുഖമിരുണ്ടു. കണക്ക് പുസ്തകത്തിൽ പുതിയൊരു ശത്രു കൂടെ, അത്രമാത്രം. എങ്കിലും ഇതുവരെയുള്ള ശത്രുക്കളിൽ കാണാത്ത പലതും അവൻ മുക്തയിൽ കണ്ടെത്തിയിരുന്നു. ആത്മധൈര്യം, നേരുന്നെറിയും, അതിലുമെല്ലാം ഉപരി ഒരേ സമയം കാരുണ്യവും നിസ്വാർത്ഥതയും നിറഞ്ഞവൾ. കൊള്ളാം, ഏതൻ ചിരിച്ചു. ക്രൂരമായൊരു ചിരി. എന്തു നോക്കി നിൽക്കുക അമ്മച്ചി? ഇറങ്ങ്, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാ. വാടക വീടൊക്കെ റെഡിയാണ്. മുക്ത പതിയെ കണ്ണ് ചിമ്മി ചിരിച്ചു. മോളെ അവൻ അവിടെയും അന്വേഷിച്ചു വരും. ശ്രീജമോളെ നിർത്തി ഭീഷണിപ്പെടുത്തിയപ്പോൾ മോളാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞും പോയി. മേരി കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും സാരമില്ല അമ്മച്ചി. അല്ലെങ്കിലും ഏതനെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. മുന്നിൽ ഇതേപോലെ മുഖാമുഖം നിന്ന് പൊരുതണം. മുക്ത ചുരുങ്ങിയ കണ്ണുകളോടെ പറഞ്ഞു. മോൾക്ക് ഞങ്ങളെ കാണുന്നതിന് മുന്നേ ഏതനെ അറിയാമോ? മേരി സംശയത്തോടെ മുക്തയെ നോക്കി. അതെന്താ അമ്മച്ചി അങ്ങനെ ചോദിച്ചേ? മോൾക്ക് ഏതനോട് എന്തോ വ്യക്തിവൈരാഗ്യമുള്ള പോലെ തോന്നി. മോളുടെ വർത്തമാനവും ഭാവവും എല്ലാം അങ്ങനെ തോന്നുന്നു. മേരി തൻ്റെ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞു. മുക്ത മറുപടിയായി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല എൻ്റെ അമ്മച്ചി. ഒന്ന് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഏതൻ എൻ്റെ ഇടനെഞ്ചിലോട്ടങ്ങ് കയറി. മുക്ത നെഞ്ചൊന്ന് തടവിക്കൊണ്ട് കളിയായി പറഞ്ഞു. ശ്രീജ അവളെ തന്നെ മിഴികൾ ചിമ്മാതെ നോക്കി നിന്നു അന്നേരം. വീടൊക്കെ ഇഷ്ടമായോ അമ്മച്ചി? മുക്ത വീടിൻ്റെ പടിഞ്ഞാറേ വശത്തുള്ള ജനാല തുറന്നിട്ടുകൊണ്ട് ചോദിച്ചു. തണുത്ത കാറ്റ് മുറിയോട്ട് ഇരച്ചു കയറി. ഒപ്പം ചെമ്പകം പൂത്ത ഗന്ധവും. ഏതനില്ലാത്ത ഇടം ഞങ്ങൾക്ക് സ്വർഗം തന്നെയാ മോളെ, മേരി ആശ്വാസത്തോടെ പറഞ്ഞു. 1 മാസം മോള് ഞങ്ങളെ സഹിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജോലി നിന്നിരുന്ന
വീട്ടിലെ സാർ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ കോടീശ്വരനാ. ശ്രീജമോളുടെ ചികിത്സയും മറ്റും അവർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ നന്മയുള്ളവരാ. ഏതനെ പേടിച്ചിട്ടായിരുന്നു ഇത്രയും കാലം അവർ അടുക്കാതിരുന്നത്. ഇനിയിപ്പോൾ അടുത്ത മാസം അവർ മുംബൈ പോകുമ്പോൾ ഞങ്ങളെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നശിച്ച നാട്ടിലേക്ക് വരത്തില്ല ഞാനും എൻ്റെ കൊച്ചും, മേരി കണ്ണീരോടെ പറഞ്ഞു. വിശ്വസിക്കാൻ കൊള്ളുന്നവരാണോ അമ്മച്ചി? മുക്തക്ക് മേരി പറഞ്ഞതിൽ എന്തൊക്കെയോ പൊരുത്തക്കേട് തോന്നിയിരുന്നു. ആ അതെ മോളെ, എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. തങ്കം പോലെയുള്ള സ്വഭാവമുള്ളവരാ, മേരി ആവേശത്തോടെ പറഞ്ഞു. മുക്ത പതിയെ മൂളി. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ അമ്മച്ചി. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അടുക്കളയിലുണ്ട്. ഞാൻ നാളെ ഡ്യൂട്ടി കഴിഞ്ഞ് വരാം. മുക്ത മേരിയോട് യാത്ര പറഞ്ഞുകൊണ്ട് പതിയെ ശ്രീജയുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു. ഓ, താൻ കരുതിക്കൂട്ടി ഇറങ്ങിയേക്കുവാണല്ലേ? രാഘവൻ മുക്തയെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ഇപ്പോൾ ശരിയായ പാതയിലല്ലേ അച്ഛാ? മുക്ത ചിരിയോടെ എടുത്തു ചോദിച്ചു. നിന്റെ ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് നീ തന്നെയാണ്. പക്ഷേ സൂക്ഷിക്കണം. ഏതിനെക്കുറിച്ചുള്ള കേട്ടറിവ് മാത്രമേ ഇപ്പോൾ നിനക്കുള്ളൂ, രാഘവൻ ഓർമ്മിപ്പിച്ചു. മുക്ത ആലോചനയോടെ തലയാട്ടി. നിർത്താതെ ഫോൺ അടിക്കുന്ന ശബ്ദം കേൾക്കെ മുക്ത പ്രയാസപ്പെട്ട് കൈ എത്തിച്ച് ബെഡ് ലാമ്പ് ഒന്ന് ഓൺ ചെയ്തു. സമയം 1:30 കഴിഞ്ഞിരിക്കുന്നു. ഫോണിൽ തെളിയുന്ന പേര് കാണെ മുക്തയുടെ ചുണ്ടിൽ ഒരു പരിഹാസച്ചിരി വന്ന് നിറഞ്ഞു. ഫോൺ പതിയെ ചെവിയോട് ചേർത്തുകൊണ്ട് അവൾ കട്ടിലിൽ മലർന്നു കിടന്നു. എന്ത്, ഉറക്കമൊന്നുമില്ലേ സഖാവേ? മുക്ത ചിരിയോടെ ചോദിച്ചു. നീ രാവിലെ നടത്തിയ വെല്ലുവിളിയിൽ നിനക്ക് ഇതിനു മാത്രം ചങ്കൂറ്റമുണ്ട് എന്ന് ഞാൻ വിചാരിച്ചില്ല, ഏന്തൻ ശാന്തമായി പറഞ്ഞു. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ ഗേൾ മിസ്റ്റർ ഏതൻ, മുക്ത കണ്ണൊന്ന് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. നാളെ വൈകുന്നേരം വരെ സമയം തരും. ആ തള്ളയും പെണ്ണും ഇവിടെ ഉണ്ടാവണം, എൻ്റെ വീട്ടിൽ. തള്ളയില്ലെങ്കിൽ വേണ്ട, അവൾ വേണം ഇവിടെ, സ്റ്റീജ. നീ കൊണ്ടുവന്ന് വിടുകയും വേണം, ഏതൻ താക്കീതോടെ പറഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? മുക്ത അഴിഞ്ഞുലഞ്ഞ മുടി ആയി ബെഡിൽ നിവർന്നിരുന്നു കൊണ്ട് ചോദിച്ചു. അപ്പുറം ഏതൻ്റെ ശ്വാസം കനക്കുന്നതും പല്ലുകൾ ഞെരിയുന്നതും അവൾ തിരിച്ചറിഞ്ഞു. മുക്ത മുറുകിയ മുഖത്തോടെ ഫോൺ കട്ട് ചെയ്തു. ഇതുവരെ കാണാത്തൊരുവൻ. അവനോട് തനിക്ക് തോന്നുന്ന അളവില്ലാത്തത്ര ദേഷ്യം. അന്ന് ആദ്യമായി മുക്തയുടെ നിദ്ര ഏതിനെ കുറിച്ചുള്ള ചിന്തകളാൽ മൂടി. പക്ഷേ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിനവും അവളുടെ ജീവിതത്തിൽ ഏതൻ എന്ന മനുഷ്യനുണ്ടാക്കാൻ പോകുന്ന വിപ്ലവം എന്തെന്ന് ആ നിമിഷം അവൾ തിരിച്ചറിഞ്ഞില്ല. രാവിലെ തുടരെയുള്ള ഫോണിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നത്. ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയതെന്ന് പോലും അറിയില്ലായിരുന്നു മുക്തക്ക്. തലക്കകത്ത് ഒരു കനം പോലെ. ഉറക്കം തെളിയാതെ അവൾ ഫോൺ എടുത്ത് ചെവിയോട് വെച്ചു. എൻ്റെ പൊന്നു മോളെ, നിന്നോട് ഞാനും എൻ്റെ കുടുംബവും എന്ത് ദ്രോഹം ചെയ്തിട്ടാ നീ ഞങ്ങളോട് ഇത്രയും വലിയ ചതി ചെയ്തത്? അപ്പോഴും സതീഷേട്ടൻ്റെ ശബ്ദത്തിൽ തെളിയുന്ന ആകുലത ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസത്തിൽ മുക്ത തിരിച്ചറിഞ്ഞു. എന്തു പറ്റി ചേട്ടാ? കാര്യം പറ. മുക്ത പുതപ്പ് മാറ്റിക്കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. രാഘവേട്ടൻ്റെ മോളല്ലേ എന്ന് കരുതിയാ ചോദിച്ചപ്പോഴേക്കും എന്താ ഏതാ എന്നൊന്നും അന്വേഷിക്കാതെ വീട് വാടകയ്ക്ക് തരാ എന്ന് ഏറ്റത്, അയാൾ കിതപ്പോടെ പറഞ്ഞു. അതിനിപ്പോൾ എന്തുണ്ടായി എന്ന ചേട്ടൻ പറയുന്നേ? മുക്തയുടെ സ്വരത്തിലെ ക്ഷമ കെട്ടു. നീ എന്നോട് പറഞ്ഞോ അത് ഏതിൻ്റെ പെങ്ങളോ അമ്മയുമാണെന്ന്? ആ ചെറുക്കൻ വന്നിട്ട് ബലമായി അവരെയും കൂട്ടിക്കൊണ്ടുപോയി. ചേട്ടൻ എന്തായി പറയുന്നേ? നിങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊന്ന് തടയാൻ നിങ്ങളെക്കൊണ്ട് കൂട്ടിയേ കൂടില്ലേ? മുക്തക്ക് ആത്മരോഷം അണപ്പൊട്ടി. മോൾ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു വെച്ച് ഞങ്ങളെ കത്തിമുനയിലും നിർത്തിയിട്ട് അവർക്ക് വാടകയ്ക്ക് കൊടുത്ത വീടിൻ്റെ പകുതി JCB കൊണ്ട് വന്ന് ഇടിച്ചു തകർത്തിട്ട് അവൻ പോയത്. അയാളുടെ വാക്കുകളിൽ അമർഷം നിറഞ്ഞു. മുക്ത ചലനമറ്റ് നിന്നുപോയി. ഇനി ഈ പ്രദേശത്തുള്ള ആരും അവറ്റകൾക്ക് വാടക വീട് കൊടുക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ മോൾ ഏതൻ ആരാണെന്ന് വെച്ചിട്ടാ അവനോട് എതിരിടാൻ പോകുന്നത്? മോളൊരു പെണ്ണാണ്, അത് ഓർമ്മ വേണം. ഇവിടുത്തെ മല്ലന്മാർ നോക്കിയിട്ട് അവന് ഒതുക്കാൻ പറ്റിയിട്ടില്ല, പിന്നല്ലേ മോള്? സതീശൻ ദേഷ്യത്തോട് ചോദിച്ചു. ആ ചോദ്യം മുക്തയുടെ ആത്മനിയന്ത്രണത്തിൽ കുത്തിമുറിവേൽപ്പിച്ചു. ചേട്ടന് സംഭവിച്ചത് എനിക്ക് വിഷമമുണ്ട്. നഷ്ടപരിഹാരം എത്രയാണെന്ന് വെച്ചാൽ ഫോണിലേക്ക് അയച്ചേക്ക്. ഞാൻ ഇന്ന് തന്നെ അയച്ചു തന്നേക്കാം. പിന്നെ പെണ്ണാണെന്നത് ഒരു കുറവായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കൺമുന്നിൽ ഇത്രയും വലിയ അനീതി കണ്ടിട്ട് മിണ്ടാതെ നിന്ന് നിങ്ങളെക്കാൾ ഒരു പിടി മനോധൈര്യം കൂടുതലാണ് എനിക്കെന്ന് തന്നെ കൂട്ടിക്കോ. മുക്ത വാശിയോടെ ഫോൺ കട്ട് ചെയ്ത് കൊണ്ട് കിടക്കയിലേക്ക് ഇരുന്നു. ഇനി എന്ത്? മുന്നിൽ വലിയൊരു ചോദ്യം വന്ന് ചിഹ്നം തീർക്കുന്നത് അവൾ അറിഞ്ഞു. നിങ്ങളുടെ ഫോൺ കിടന്ന് അലറാൻ തുടങ്ങിയിട്ട് നേരം കുറയായി, അതൊന്ന് എടുക്കുവോ? സുമിത്ര ടിവിയെ നോക്കി ചോദിച്ചു. എന്തുവാടി, രാവിലെ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. രവി കൈയൊന്ന് മുകളിലേക്ക് പൊക്കി ഞെളിഞ്ഞുകൊണ്ട് കണ്ണുകൾ കൂട്ടിത്തിരുമ്മി.
ഫോൺ അടിക്കുന്നു, എടുത്തേ അങ്ങോട്ട്. സുമിത്ര രവിയെ ഒന്ന് നോക്കിയിട്ട് കയ്യിലെ ചട്ടുകവുമായി അടുക്കളയിലേക്ക് തന്നെ തിരികെ പോയി. ഇന്നും ദോശയാണോടി? രവി സുമിത്ര പോയ വഴിയെ നോക്കി ഉറക്കെ ചിരിച്ചു. അല്ല, നല്ല ചപ്പാത്തിയും ചിക്കനുമാണ്. ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ആ സവാള ഒന്ന് അരിഞ്ഞു തന്നാൽ വേഗത്തിൽ കറിയാക്കി തരാം, സുമിത്ര മറുപടി കൊടുത്തു. തൂങ്ങിയിരുന്ന രവി ആവേശത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എങ്കിൽ ഞാൻ ഇപ്പോൾ വന്നേക്കാം. തോർത്തുമുണ്ട് എടുത്തുകൊണ്ട് കുളിക്കാൻ പോകവെയാണ് അയാളുടെ ഫോൺ പിന്നെയും ബെല്ലടിച്ചത്. രവി സംശയത്തോടെ ഫോണിലേക്കൊന്ന് നോക്കി. മുത്തമോൾ കോളിംഗ്. അത് കാണേ രവിയുടെ ചുണ്ടിൽ പതിയൊരു ചിരി വന്ന് നിറഞ്ഞു. എത്ര രൂപ വേണം നിനക്കിപ്പോൾ? രവി ഫോൺ ചെവിയിലേക്ക് വെച്ചപാടെ ചോദിച്ചു. അപ്പുറം മുക്തയുടെ ചുണ്ടിൽ ചെറിയൊരു ചിരി വന്ന് മിന്നി. അതെന്ത് ചോദ്യമാണ് ചെറിയച്ച? സുഖവിവരം പോലും അന്വേഷിക്കാതെ അങ്ങനൊരു ചോദ്യം. നിന്നെ എനിക്കറിയാലോ, പൈസക്കല്ലാതെ നീ എന്നെ വിളിക്കാറില്ലല്ലോ. രവിയുടെ വാക്കുകളിൽ പരിഭവം നിറഞ്ഞു. കൊള്ളപ്പലിശക്കാരൻ്റെ അടുത്ത് പിന്നെ കടം ചോദിക്കാൻ തന്നെയല്ലേ വിളിക്കാൻ പറ്റൂ? മുക്ത ചിരി മറച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു. രവി പൊടുന്നനെ മൗനമായി. ചെറിയച്ച വെച്ചിട്ട് പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. എങ്കിലേ എനിക്കൊന്ന് കാണണം. ഞാൻ ഒന്നും വരത്തില്ല വീട്ടിലോട്ട്. നിന്റെ തന്ത എന്നെ കണ്ടാൽ മിണ്ടുവോ? അതിന് ഒരുമാതിരി ശത്രുക്കളെ പോലെയാ എന്നെ നോക്കുന്നത് പോലും. രവി പിറുപിറുത്തു. സഖാവ് രാഘവൻ്റെ അനിയൻ രവീന്ദ്രൻ കൊള്ളപ്പലിശക്ക് പണം കട കൊടുക്കുന്നവനാണെന്ന് കൂട്ടുകാർ പറയുമ്പോൾ കുറച്ചിലല്ലേ ചെറിയച്ച? ആ, അത് പോട്ടെ. അത് നിങ്ങൾ അനിയനും ചേട്ടനും കൂടെയുള്ള കാര്യം. ഇപ്പോൾ വരാൻ പറഞ്ഞത് ഞാനും ചെറിയച്ഛനും കൂടെയുള്ള ഒരു ഇടപാടിനാണ്. അച്ഛൻ അറിയരുത്. ഞാൻ ലൊക്കേഷൻ അയക്കാം, അങ്ങോട്ട് വന്നാൽ മതി. എന്തെങ്കിലും ഏടാകൂടത്തിൽ പോയി ചാടിയോടി? രവി തൻ്റെ സംശയം തുറന്നു ചോദിച്ചു. അതൊക്കെ എന്നിട്ട് പറയാം, പെട്ടെന്ന് വരാൻ നോക്കണേ. മുക്ത ഫോൺ കട്ട് ചെയ്തു. എടി സുമിത്ര, എൻ്റെ പച്ച ഷർട്ട് എന്തേടി? രവി ഫോൺ വെച്ചുകൊണ്ട് വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു. ഓ, ഇടിച്ചങ്ങ് തകർത്തല്ലോടി. ഏതവനാടി ഇത്ര കണ്ണിൽ ചോരയില്ലാത്തവൻ? രവി പകുതി ഇടിച്ച് തകർത്ത വാടക വീട്ടിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. ഏതൻ? മുക്ത ഒരു ശ്വാസം ഒന്ന് വിളിച്ചെടുത്തുകൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം രവിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. മോളെ, അപകടമാണ്. എടുത്ത് ചാടിയാൽ തിരിച്ചു കയറാൻ പറ്റത്തില്ല, രവി മുക്തയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ചെറിയച്ഛൻ ഈ വീടിൻ്റെ നഷ്ടപരിഹാരം ഒന്ന് കൊടുത്ത് ഒഴിവാക്ക്. കടമായി കൂട്ടിയാൽ മതി, തിരിച്ചു തരും ഞാൻ. പക്ഷേ ഏതിനും ഞാനും തമ്മിലുള്ള കളിയിൽ ചെറിയച്ഛനില്ല. അത് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മുക്ത ചിരിയോടെ ബാഗിൽ നിന്നും ഫോൺ എടുത്തു. ഏതൻ എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അവളുടെ മുഖത്തുള്ള തെളിയുന്ന ആത്മധൈര്യം നോക്കി നിന്നുപോയി രവി. ആൻ്റണിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. സ്ക്രീനിൽ മുക്ത എന്ന പേര് തെളിയെ ഏതൻ്റെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരി വന്ന് നിറഞ്ഞു. ഏതൻ പതിയെ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഇന്നലെ തന്ന പണി കൊണ്ട് ഞാൻ ഭയക്കും. ഇനി ഞാൻ വിളിക്കില്ല എന്ന് കരുതിയോ? മുക്ത ഒട്ടും മുഖവുരയില്ലാതെ അവനോട് ചോദിച്ചു. പ്രതീക്ഷിച്ചിരുന്നു നീ വിളിക്കുമെന്ന്, ഇനി വെല്ലുവിളിയുമായി വരുമെന്ന്. ഏതൻ ഒരു ചിരിയോടെ കസേരയിലേക്ക് ചാരിയിരുന്നു. ഏതൻ അപ്പോൾ എന്നെ ഒരു ഭീരുവായി കൂട്ടിയിട്ടില്ല അല്ലേ? മുക്തിയുടെ ചുണ്ട് പരിഹാസം കൊണ്ട് കൂടിപ്പോയി. നീ നല്ലൊരു എതിരാളിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അത് ഏതൻ്റെ അടുത്ത് വേണ്ട. ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. ആരാ സങ്കടപ്പെടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഏതൻ ആ ഫോണെടുത്ത് ഒന്ന് ശരിക്കും നോക്കിയാട്ടെ. ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട് ഞാൻ. 10 മിനിറ്റ് ഞാൻ സമയം തരും. അതിൻ്റെ ഉള്ളിൽ ശ്രീജമോളെയും അമ്മച്ചിയെയും ഞാൻ പറയുന്നിടത്ത് എത്തിച്ചേക്കണം. മുക്ത പൊടുന്നനെ ഫോൺ കട്ട് ചെയ്തു. തൊട്ടടുത്ത നിമിഷം ഏതൻ ഫോണിലെ വാട്സപ്പിൽ വന്ന ഫോട്ടോസ് നോക്കി. അത് കാണെ ഏതൻ്റെ ഞരമ്പുകൾ മുറുകി, സിരകളിൽ രക്തപ്രവാഹം കൂടി. വാസുദേവൻ്റെ അനധികൃതമായ 1-2 ബിസിനസ്സുകളുടെ രേഖകൾ, താൻ വീട്ടിൽ പെൻഡ്രൈവിൽ സൂക്ഷിച്ചിരുന്നവ. വാസുദേവൻ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് അതൊക്കെ. ഒരു പക്ഷേ അന്ന് സ്റ്റീജയെ കൂട്ടാൻ പോയപ്പോൾ മറ്റോ അവൾ എടുത്തതായിരിക്കും. ആ പന്ന മോളുടെ കളി ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ഏതൻ ഉഗ്രകോപത്തോടെ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. എന്താടാ, എന്താ കാര്യം? ആൻ്റണി ഏതൻ്റെ തോളിൽ ഒന്ന് തൊട്ടുകൊണ്ട് ചോദിച്ചു. ഏതൻ ദേഷ്യത്തോടെ ചുമൽ വെട്ടിച്ചു മാറ്റി. അവൾ വീട്ടിൽ നിന്നും വന്മാർ എസ്റ്റേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു പെൻഡ്രൈവ് എടുത്തിട്ടുണ്ട്. അറിയാലോ, അതെങ്ങാനും പുറത്തു വന്നാൽ ഏതൻ നെറ്റി ഒന്ന് തടവിക്കൊണ്ട് പറഞ്ഞു. ആൻ്റണിക്ക് കാര്യത്തിൻ്റെ ഗൗരവം ഏകദേശം പിടികിട്ടി. തൊട്ടടുത്ത് നിന്ന മൈക്കിൾ എന്താ പ്രശ്നമെന്ന് ആൻ്റണിയോട് ആംഗ്യം കാണിച്ചുകൊണ്ട് ചോദിച്ചു. തൊട്ടടുത്ത നിമിഷം ഏതൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഇലക്ഷൻ അടുത്തു വരുവാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. വാസുദേവൻ്റെ രാഷ്ട്രീയ ഭാവി എൻ്റെ കയ്യിലാണിപ്പോൾ. മുക്തയുടെ സ്വരം കനത്തു. എവിടെ വരണം ഞാൻ? ഏതൻ സമാധാനത്തോടെ ചോദിച്ചു. അപ്പുറം മുക്ത ഒന്ന് ചിരിച്ചു.
ലൊക്കേഷൻ ഞാൻ അയച്ചേക്കാം. ഞാൻ കാത്തിരിക്കുന്നു ഏതൻ, ആദ്യത്തെ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി. ഏതൻ ഫോൺ വെച്ചുകൊണ്ട് എന്തോ ആലോചനയിലിരുന്നു. ആൻ്റണി പതിയെ അവൻ്റെ തോളിലൊന്ന് തൊട്ടു. ഏതൻ മുഖമുയർത്തി ആൻ്റണിയെ നോക്കി. പോണ അച്ചായ, അവൾ അങ്ങനെ വിരണ്ടോടുന്ന ഇനമൊന്നുമല്ല. ഏതൻ ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് ഒറ്റക്കണ്ണ് ഇറുക്കിക്കൊണ്ട് പറഞ്ഞു. ആൻ്റണിയും പതിയെ ചിരിച്ചു. കൊള്ളാം അല്ലേ കൊച്ച്? കൊള്ളാം, പക്ഷേ ആയുസ്സില്ലെന്ന് തോന്നുന്നു. പുലിമടയിലാണ് വന്ന് ചാടിയത്. ഇതുവരെ ഞാനും അവളും തമ്മിലുള്ള പ്രശ്നമായിരുന്നു. അതാ ഞാനത് ശ്രദ്ധിക്കാതെ വിട്ടത്. ഇതിപ്പോൾ വാസുവേട്ടൻ്റെ തീരുമാനത്തിന് വിടേണ്ടി വരും. ഏതൻ കൈകൾ രണ്ടും മേലേക്ക് പിടിച്ചൊന്ന് നിവർന്നുകൊണ്ട് എഴുന്നേറ്റു. ഞാൻ പോയേച്ചും വരാം. തൽക്കാലം നിങ്ങൾ വേണ്ട. ഏതൻ പുറത്തേക്ക് ഇറങ്ങി. ഏതാ അവള്? ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളുടെ അഹങ്കാരം അങ്ങ് തീർത്തു കൊടുക്കണം. ഒരു രാത്രി കൊണ്ട് ഞാൻ പഠിപ്പിച്ചോളാം അവളെ മര്യാദ എന്താണെന്ന്. കേട്ടിടത്തോളം കൊള്ളാവുന്ന ഒരുത്തിയാണ്, മൈക്കിൾ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു. മൈക്കിളെ, പെണ്ണിൻ്റെ ലോകം അവളുടെ കാലിനിടയിൽ തീരുന്നതാണെന്ന് നിനക്കൊരു തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട. കൊല്ലണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കാം, പക്ഷേ മൃഗങ്ങളെ പോലെ ഭോഗിക്കാൻ മാത്രമായി ജീവിക്കരുത്. ആൻ്റണി മൈക്കിളിനെ താക്കീതോടെ നോക്കി. അത് ചായ. മൈക്കിൾ തല ചൊറിഞ്ഞു. നീ കൂടുതലൊന്നും പറയണ്ട. ആൻ്റണി മുഖം വെട്ടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. കടലിരമ്പുന്ന ശബ്ദം. മേഘങ്ങളില്ലാത്ത ആകാശത്തിലൂടെ പടിഞ്ഞാറോട്ട് തെന്നി മാറി കടലിൽ മുങ്ങുന്ന സൂര്യൻ. ശാന്തമായി ഒഴുകുന്ന തിരമാലകൾ പഞ്ചസാര മണലിനെ നനച്ചു പോകുന്നുണ്ട്. കടലിന് ജീവൻ ഉണ്ടെന്നും അതിൻ്റെ കുഞ്ഞുങ്ങളാണ് തിരമാലകൾ എന്നും വിശ്വസിച്ചിരുന്ന കുട്ടിക്കാലം. ഏതൻ കടലിലേക്ക് തന്നെ നോക്കിയിരുന്നു. തൊട്ടരികിൽ ഒരു പെൺകുട്ടി മണലിൽ കൊട്ടാരം കെട്ടിക്കളിക്കുന്നുണ്ട്. കുസൃതിയോടെ വന്നൊരു തിരമാല അത് തല്ലി തകർത്ത് തിരികെ ഓടിപ്പോയത് ഏതൻ നോക്കി നിന്നുപോയി. അച്ഛാ, ഇത് നോക്കിക്കേ, എൻ്റെ കൊട്ടാരം കടലമ്മ എടുത്തു എന്നും പറഞ്ഞ് അവൾ ചിണുങ്ങി കരയുന്നുണ്ട്. പൊടുന്നനെ അവൻ്റെ ഉള്ളിലേക്ക് ഒരു മുഖം ഓടി വന്നു. തൻ്റെ പപ്പയുടെ മുഖം. കുഞ്ഞുനാളിൽ ആ വിരൽത്തുമ്പ് പിടിച്ച് കടൽ തീരത്ത് ഓടി നടന്ന നിമിഷങ്ങളും. തൻ്റെ മടിത്തട്ടിൽ കിടന്ന് അവസാന ശ്വാസമെടുക്കുമ്പോൾ ആ കൈകൊണ്ട് തലോടിയ കവിൾഭാഗം ഓർമ്മയുടെ തീച്ചൂളയിൽപ്പെട്ട് ഏതന് പൊള്ളുന്ന പോലെ തോന്നി. താൻ അനാഥനായ ദിവസം, ഭൂമിയിൽ ആർക്കും വേണ്ടാത്തവനായ ദിവസം. പൊടുന്നനെ സിമൻ്റ് ബെഞ്ചിൻ്റെ മറുവശം ഒരാൾ വന്നിരുന്ന പോലെ തോന്നിയതിന് നിറഞ്ഞു വന്ന മിഴികൾ ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് തീ പാറുന്ന കണ്ണുകളാണ്. കടലമ്മയെപ്പോലെ ഒരുവൾ, ശാന്തമാകേണ്ടിടത്ത് ശാന്തമായും ഉന്മൂലനം ചെയ്യേണ്ടിടത്ത് അതിനും മടിക്കാത്തൊരുവൾ. മുക്ത, ഭൂമിയിലെ വില്ലൻ്റെ പ്രതിനായിക. മുക്ത പതിയെ ചിരിച്ചുകൊണ്ട് പരിചയപ്പെടുത്തി. ഒട്ടും ഭയം കലരാതെ, ഒട്ടും പതറാതെ, ഏറെ കാലത്തിനു ശേഷം ഒരുവൾ തൻ്റെ മുഖാമുഖം. ഏതൻ അവളെ തന്നെ നോക്കിയിരുന്നു പോയി. തുടരും. സൂര്യകാന്തി. ഈ ഒരു കഥ ഒരൊറ്റ പാർട്ടിൽ തീർക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ ലെങ്ത് കൂടിയതുകൊണ്ട് അതിന് സാധിച്ചില്ല. അതുകൊണ്ട് കൂടെ അടുത്തൊരു പാർട്ടോട് കൂടെ ഈ കഥ അവസാനിക്കുന്നതാണ്. ഒരൊറ്റ പാർട്ട് വായിച്ച് നായകനാരും വിലയിരുത്തരുതെന്ന് അപേക്ഷിക്കുന്നു. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ദയവ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അത്രയും അത്യാവശ്യമാണ്. അതുകൊണ്ട് ചാനലൊന്ന് ഫോളോ ചെയ്തേക്കണേ. അതേപോലെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. നിങ്ങൾ കഥാകൂട്ട് എന്ന ചാനലിന് നൽകിയ അതേ അംഗീകാരം കഥാജാലകത്തിന് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.